ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ടേസ്റ്റിയും ചൂടുകാലത്ത് നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി സംഭാരമാണ് റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് റാഗി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് ഇതിലോട്ട് 1/4 കപ്പ് റാഗി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് റാഗിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കൈയെടുക്കാതെ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കട്ടകളില്ലാതെ നന്നായി തന്നെ കുക്കായി വരുന്നത്. ഇല്ലെങ്കിൽ ഇത് ബോയിലായ ശേഷം പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് വരുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 6-7 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് നന്നായി തന്നെ കുക്കായി വരും. ബോയിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും. ഇപ്പോൾ റാഗിയെല്ലാം ഇവിടെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. റാഗി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സംഭാരം റെഡിയാക്കാം. ആദ്യം നമുക്ക് റാഗി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റാഗി പൗഡർ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് സംഭാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് സംഭാരത്തിൽ ചേർത്ത് കൊടുക്കുന്ന പോലെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 3 ചീനമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീനമുളക് ആയതുകൊണ്ട് 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകാണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് 1.5 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. റാഗി സംഭാര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ശരീരത്തിനെല്ലാം നല്ല തണുപ്പ് നൽകുന്ന നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.